സിമ്പിളായിട്ടൊരു പുഡിങ് തയ്യാറാക്കിയെടുക്കാം. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കഴിച്ചു കൊണ്ടിരിക്കാൻ തോന്നും. അത്രയ്ക്കും രുചിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ പുഡിങ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലെടുക്കാം. ബ്രെഡ് 6 സ്ലൈസ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാൽ നന്നായി തിളച്ച് വരുമ്പോൾ ബ്രെഡ് നന്നായി കുതിർന്ന് കിട്ടും. ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. സമയം കൊണ്ട് ഒരു കാരമൽ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് കളർ മാറ്റിയെടുക്കാം. ഇത് ചൂടാറുന്നതിന് മുമ്പ് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വാനില എസൻസും ബ്രെഡിൻ്റെയും പാലിൻ്റെയും മിക്സ് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. കാരമലിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം. ഒരു 25 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും. അപ്പോഴേക്കും അത് നല്ലതുപോലെ കുക്കായി വരും. 25 മിനിറ്റ് കൊണ്ട് അടിപൊളി പുഡിങ് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ.